ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങളുടെ മണി ബ്ലോക്കേജ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഒരുപാട് നാളായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊരു കളക്റ്റീവ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും റെസണേറ്റ് ആവണമെന്നില്ല. നിങ്ങളുടെ കറണ്ട് ഫൈനാൻഷ്യൽ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് കൺസിഡർ ചെയ്യുക. അതാണ് നിങ്ങളുടെ എനർജി. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്കത് റെസണേറ്റ് ആവുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ പണം നിൽക്കുന്നില്ല, നിങ്ങളുടെ കയ്യിൽ സമ്പത്ത് തടയപ്പെടുന്നുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുവാണ്, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നോർമലി നല്ല രീതിയിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷയ്ക്കൊത്ത കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് മുന്നോട്ട് പോവാം. സോ നിങ്ങളുടെ കറണ്ട് ഫൈനാൻഷ്യൽ എനർജി, നിങ്ങളുടെ എന്തെങ്കിലും മണി ബ്ലോക്കേജ് ഉണ്ടോ, നിങ്ങളുടെ എന്തെങ്കിലും മൈൻഡ് സെറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം ഇതുമായിട്ട് റിലേറ്റഡ് ആണോ, അതുപോലെ നിങ്ങൾ എങ്ങനെ ഇത് റിലീസ് ചെയ്യണം, ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ സമ്പത്ത് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും, എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത്, എന്താണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന അഡ്വൈസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ റീഡിങ്ങിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ടാരോട് ചോദിച്ച് നോക്കാം നിങ്ങളുടെ കറണ്ട് ഫൈനാൻഷ്യൽ എനർജി, നിങ്ങളുടെ ഇപ്പോഴത്തെ പണവുമായി ബന്ധപ്പെട്ട, സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്റ്റാറ്റസുകളും നമുക്ക് ടാരോട് ചോദിച്ച് നോക്കാം. ടാരോ പ്ലീസ് ഗൈഡ് മീ. റീഡിംഗ് ഫോർ മൈ ഓഡിയൻസ്. ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കാണ് ഈ ഒരു റീഡിംഗ് ഉള്ളത്. നിങ്ങളുടെ മുന്നിൽ ഈ റീഡിംഗ് ഞാൻ പറയുന്ന ഒരു ദിവസത്തിനുള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കായിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. സോ നിങ്ങളുടെ കറണ്ട് ഫൈനാൻഷ്യൽ എനർജി എന്താണ് നമുക്ക് ടാരോട് ചോദിച്ചു നോക്കാം. വാട്ട്സ് യുവർ കറണ്ട് ഫൈനാൻഷ്യൽ എനർജി? നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തികമായിട്ടുള്ള എനർജി എന്താണ്? നിങ്ങൾ ഏത് സ്റ്റേജിലാണ് സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട, എന്ത് സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്? നിങ്ങളുടെ കറണ്ട് ഫൈനാൻഷ്യൽ എനർജി. പണവുമായി ബന്ധപ്പെട്ട എന്താണ് നിങ്ങളുടെ ലൈഫിലെ ബ്ലോക്കേജ്? പണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ബ്ലോക്കേജ് എന്താണെന്ന് നോക്കാം. പണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ബ്ലോക്കേജ് എന്താണ്? പണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ബ്ലോക്കേജ് എന്താണ്? എന്തെങ്കിലും ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പേടികൾ, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാം. എന്തെങ്കിലും ഇമോഷണൽ, സ്പിരിച്വൽ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ മണി ബ്ലോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. ഓക്കെ, നിങ്ങളിപ്പോൾ എന്ത് കാര്യമാണ് ലൈഫിൽ റിലീസ് ചെയ്യേണ്ടത്, വിട്ട് കളയേണ്ട കാര്യം എന്താണെന്ന് നോക്കാം. നിങ്ങൾ റിലീസ് ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങൾ റിലീസ് ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങൾ മണി ബ്ലോക്ക് മാറാനായിട്ട് റിലീസ് ചെയ്യേണ്ട കാര്യം എന്താണ്? എന്ത് എനർജിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് സമൃദ്ധി കൊണ്ടുവരാൻ പോകുന്നത്? നിങ്ങൾ എങ്ങനെയായിരിക്കും സമൃദ്ധി നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ടതെന്നാണ്. എന്ത് എനർജി ആയിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് സമൃദ്ധി കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്? നിങ്ങളുടെ ലൈഫിലുടനെ വരാൻ പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, അവസരം എന്താണ്? ഒരു റിന്യൂവലിന് വേണ്ടി ഉടനെ വരാൻ പോകുന്ന ഒരു അവസരം എന്താണ്? നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് പ്രപഞ്ചം തരുന്ന അഡ്വൈസ് അല്ലെങ്കിൽ മെസ്സേജ് എന്താണ്? സോ 2 കാർഡ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കാർഡ്സ് ഒന്ന് റിവീൽ ചെയ്ത് നോക്കാം. നിങ്ങളുടെ കറണ്ട് ഫൈനാൻഷ്യൽ എനർജി ക്യൂൻ ഓഫ് വോൺസ് ആണ്. ഹിഡൻ മണി ബ്ലോക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ലൈഫിലുള്ള മണി ബ്ലോക്ക് ഏസ് ഓഫ് സോർട്സ് ആണ്. നിങ്ങളുടെ ഇമോഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പിരിച്വൽ മൈൻഡ് സെറ്റോ പേടികളോ എന്തോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടോ? ക്യൂൻ ഓഫ് കപ്സ് ആണ്. നിങ്ങളിപ്പോൾ റിലീസ് ചെയ്യേണ്ടത് എന്താണ്? ജസ്റ്റിസ് എന്ന് പറയുന്ന കാർഡാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് പ്രോസ്പെറിറ്റി കൊണ്ടുവരുന്ന എനർജി ദ എംപറർ എന്ന് പറയുന്ന കാർഡാണ്. നിങ്ങൾക്ക് എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്? ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ആൻഡ് എന്താണ് നിങ്ങൾക്ക് അഡ്വൈസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് നോക്കാം. യൂണിവേഴ്സിൻ്റെ മെസ്സേജ് 8 ഓഫ് സോർട്സും ദ മജീഷ്യൻ എന്ന് പറയുന്ന കാർഡുമാണ്. ഗുഡ്. സോ നിങ്ങളുടെ കറണ്ട് മണി സിറ്റുവേഷൻ, നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. സോ നിങ്ങളിപ്പോൾ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരാശയിൽ തന്നെയാണ്, ഐസൊലേഷൻ ഫീൽ ചെയ്യുന്ന ഒരു സമയമായിരിക്കും, കുറച്ച് ദാരിദ്ര്യം ഫീൽ ചെയ്യുന്ന ഒരു സമയമായിരിക്കും. കമ്പയർ ടു നിങ്ങളുടെ പ്രീവിയസ്, അതായത് നിങ്ങളുടെ പഴയ സ്റ്റേജിനെയൊക്കെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്കിപ്പോൾ കുറച്ചൊരു സാമ്പത്തിക മന്ദത, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമായിരിക്കും.
അതുമൂലം നിങ്ങൾ പല ഒറ്റപ്പെടലുകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച ഒരു വ്യക്തിയായിരിക്കും. ഓക്കെ, സോ നിങ്ങളുടെ അടുത്ത കാലത്തായിട്ട് നിങ്ങൾക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് പറയുന്നത്. ചിലപ്പോൾ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നുണ്ടാവില്ല. നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾ ഫൈനാൻഷ്യലി വളരെയധികം എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിന് ഭയങ്കര ഭാരം തോന്നുക, നിങ്ങളുടെ ലൈഫ് ഒട്ടും സ്റ്റേബിൾ അല്ല എന്ന് തോന്നുന്ന ഒരു സമയം, അങ്ങനത്തെ ഒരു പേടികളൊക്കെ നിങ്ങൾക്കുള്ള ഒരു സമയമായിരിക്കും. അതുപോലെ നിങ്ങൾ ആരുടെ ഒരു സപ്പോർട്ട് ലൈഫിൽ ഇല്ലാത്തതുപോലെയുള്ളൊരു സമയമായിരിക്കും ഇപ്പോൾ. മാത്രമല്ല നിങ്ങൾ സമ്പാദിക്കുന്നുണ്ടെങ്കിലും അത് പോരാ എന്ന് ചിന്തിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇപ്പോൾ ഉള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് തവണ നിരാശ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട അവസ്ഥകൾ നിങ്ങളുടെ പാസ്റ്റിലുണ്ടായിട്ടുണ്ട്. ഒരു കൃത്യമായിട്ടൊരു വരുമാനം ഇല്ലാത്തൊരവസ്ഥ, കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു വരുമാനം ഫോളോ ചെയ്ത് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവുക. അതുപോലെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുക. നിങ്ങളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ റിജക്ഷൻ കിട്ടുക, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു റീസൺ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഒരുപാട് പ്രഷർ ഉണ്ടാവുക, അതായത് കടബാധ്യതകൾ ഉണ്ടാവുക, ഒരുപാട് പ്രഷർ നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയായിരിക്കും ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഈ ഒരു റീസെൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ. സോ ഈ ഫിനാൻസിൻ്റെ പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകുന്ന കുറേ ഇമോഷണൽ ബേൺ ഔട്ട്സ് ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ കറണ്ട് ഫൈനാൻഷ്യൽ എനർജി പറയുന്നത് നിങ്ങൾ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള, ഒരുപാട് ടാലൻറ്റുകൾ, കഴിവുകളുള്ള, ഒരുപാട് ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന, ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഉള്ള, എല്ലാ കാര്യങ്ങൾക്കും ഒരു മുൻകൈ എടുക്കാൻ കഴിയുന്ന, ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്ന, വളരെ സ്ട്രോങ് മാനിഫെസ്റ്റേഷൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരാളായിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങളുടെ അഡ്വൈസ് കാർഡിലും ഇതേ ഒരു ഹിൻ്റാണ് നമുക്ക് കിട്ടുന്നത്. സോ നിങ്ങൾ ശരിക്കും നാച്ചുറലി തന്നെ, അതായത് ഒരു യഥാർത്ഥ ലൈഫിൽ നിങ്ങൾ പറയുക, നിങ്ങളുടെ ഒറിജിനൽ ലൈഫിൽ നിങ്ങൾ ആളുകളെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാൻ കഴിയുന്ന, മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്ന, പിന്നെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിക്കാൻ കഴിയുന്ന, ക്രിയേറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന, പാട്ട് പാടാൻ കഴിയുന്ന, ഡാൻസ് ചെയ്യാൻ കഴിയുന്ന, ചിത്രം വരയ്ക്കാൻ കഴിയുന്ന, ഓക്കെ, അങ്ങനെ ഒരുപാട് കഴിവുകളുള്ളൊരു വ്യക്തിയായിരിക്കും. അതുപോലെ നിങ്ങൾ വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതായത് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങളുടെ വരുമാനത്തിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ലൈഫ് കെട്ടിപ്പടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആളായിരിക്കും. എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും നിങ്ങൾ ഈ ഒരു കാർഡുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി പറയുമ്പോൾ നിങ്ങളൊരു കണ്ടൻറ് ക്രിയേറ്റർ ആവാൻ ചാൻസ് ഉണ്ട്, ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ ആവാൻ ചാൻസ് ഉണ്ട്, സ്പിരിച്വൽ വർക്ക് ചെയ്യുന്ന ഒരാളാൻ സാധ്യതയുണ്ട്, മെഡിറ്റേഷനൊക്കെ പറഞ്ഞു കൊടുക്കുന്ന, മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന, ബിസിനസ് ചെയ്യുന്ന ഒരാളാവാൻ സാധ്യതയുണ്ട്, ബ്യൂട്ടി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, അതായത് സൗന്ദര്യവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന ടൈപ്പ് ഒരാളായിരിക്കും നിങ്ങൾ. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാൻ ചാൻസ് ഉള്ളൊരു വ്യക്തിയായിരിക്കാം. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ. ഓക്കെ, കൂടുതലും സംരംഭകം, ആ ഒരു രീതിയിൽ ഓൺട്രപ്രണർഷിപ്പ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് കൂടുതൽ സംരംഭകരായിട്ടുള്ള ആളുകൾ, സംരംഭം അല്ലേ, അങ്ങനെയാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് നിങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വളരെ പുറമേ നിന്ന് കാണുമ്പം, ആളുകൾ നോക്കുമ്പം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് പല ഉറപ്പുകളും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഫൈനാൻഷ്യലി ഉള്ള കാര്യങ്ങളിൽ മോട്ടിവേറ്റഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും, പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൺസിസ്റ്റൻസി തീരുന്നു, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു സെൽഫ് ഡൗട്ട് വരുന്നു, നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ പല സമയങ്ങളെ നിങ്ങൾ കമ്പയർ ചെയ്യുക, പല റിസൾട്ട് കിട്ടാതെ വരുന്ന അവസരങ്ങളിലും നിങ്ങൾ ഇമോഷണലി അതുമായിട്ട് റിയാക്ട് ചെയ്യുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങളിൽ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഉറപ്പായിട്ടും വളരെ ടാലൻറ്റഡ് ഉള്ള ഒരു വ്യക്തിയാണ്, പ്രോസ്പെറിറ്റിയിലേക്ക് പോകാൻ ചാൻസ് ഉള്ളൊരു വ്യക്തിയാണ്. പക്ഷേ നിങ്ങളുടെ എനർജി ഇപ്പോൾ പല ഡയറക്ഷനിലായിട്ട് സ്കാറ്റർ ആയി കിടക്കണം, പല ഏരിയയിലാണ് ഇപ്പോൾ നിങ്ങളുടെ എനർജി ഉള്ളത്. ഓക്കെ, നിങ്ങളുടെ ഹിഡൻ മണി ബ്ലോക്ക് എന്താണെന്ന് നോക്കിയപ്പോൾ ഏസ് ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുണ്ട്. സോ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാര്യം
ഈ ഒരു ബ്ലോക്കേജ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലാണ്. അതായത് നിങ്ങൾക്ക് മാനസികമായിട്ട് വളരെയധികം കൺഫ്യൂഷനാണ്. നിങ്ങൾക്ക് ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ല, കൃത്യമായിട്ട് എന്ത് ചെയ്യണം എന്നൊരു ക്ലാരിറ്റി ഇല്ല. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് തെറ്റായ വിശ്വാസങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. അതുപോലെ നിങ്ങളെ തന്നെ തരം താഴ്ത്തുന്ന അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഒന്ന് മാറ്റി നിർത്തുന്ന രീതിയിലുള്ള ചില വിചാരങ്ങൾ, ചിന്തകളൊക്കെ നിങ്ങൾക്ക് വരാറുണ്ട്. അത് നിങ്ങളത് ഒന്നിനും തികയില്ല, അല്ലെങ്കിൽ നിങ്ങളത് അർഹിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെ. ഓക്കെ, കൂടുതലും നിങ്ങൾക്ക് പേടിയുമായി ബന്ധപ്പെട്ട ഒരു പാറ്റേൺ നിങ്ങളിൽ കാണുന്നുണ്ട്. ഞാൻ തോറ്റുപോയാൽ എന്ത് ചെയ്യും, ഞാൻ ചെയ്യുന്ന കാര്യം അത് വർക്കായില്ലെങ്കിലോ, മറ്റുള്ളവരൊക്കെ എൻ്റെ മുന്നിലായിപ്പോയി, ഞാനിത് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാകുന്നതേ ഉള്ളൂ, ഞാൻ അതിനൊന്നും റെഡി ആയിട്ടില്ല, എനിക്കൊരു പെർഫെക്റ്റ് ടൈമിംഗ് വേണമെന്നൊക്കെ വിചാരിക്കുന്ന ഒരാൾക്കാരായിരിക്കും. ഇത് ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞു തരുന്ന ഒരു കാർഡാണ്. അതായത് നിങ്ങൾ ചിലപ്പോൾ മെൻ്റലി ഓവർലോഡായിരിക്കാം. അതായത് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ഹാൻഡിൽ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വാരി വലിച്ച് അതിനെക്കുറിച്ച് അന്വേഷിച്ച് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഡയറക്ഷൻ ഉണ്ടാവില്ല. അങ്ങനെയും ഒരു പ്രശ്നം നിങ്ങൾക്കിവിടെ നേരിടേണ്ടി വന്നിരിക്കാം. ഓക്കെ, നിങ്ങൾ കണ്ടിന്യൂസ്ലി നിങ്ങളുടെ ഗോൾസ് മാറ്റുന്ന ഒരു വ്യക്തി. ആദ്യം നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിക്കും, പക്ഷെ അത് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ തോന്നും അത് വേണ്ട, ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കും. അങ്ങനെ മാറിയും മറിച്ചും പല പല ഗോളുകൾ ഫിക്സ് ചെയ്യുന്നൊരു വ്യക്തിയാവാനും ചാൻസ് ഉണ്ട്. സ്പിരിച്വലി ഒരു കാർഡ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ സമൃദ്ധി എന്ന് പറഞ്ഞൊരു കാര്യം വരണമെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു എനർജി വേണം. ഇങ്ങനെ പല കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ബ്ലോക്കേജുകളുണ്ടാകും. അതായത് നിങ്ങളുടെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മൈൻഡാണ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ബ്ലോക്കേജ് ഉണ്ടാക്കുന്നത്. നിങ്ങളിൽ ചില ആളുകൾ അറിയാതെ തന്നെ പണത്തെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടാവും, ചിന്തിക്കുന്നുണ്ടാവും. പണം ഒരിക്കലും കൂടെ കാണില്ല, അല്ലെങ്കിൽ പണം വന്നാൽ അതുപോലെ പോകും, ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാണ്, പണമുള്ള ആളുകൾ മാത്രമേ ഭാഗ്യമുള്ളവരുള്ളൂ, ഞാൻ എപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന ആൾ, ഇങ്ങനത്തെ കുറേ കമാൻഡുകൾ നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങളിങ്ങനെ അറിയാതെ പറയുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മേ ബി നിങ്ങളുടെ സംസാരത്തിൽ അതുണ്ടെങ്കിൽ അത് പിന്നീട് ഒരു എനർജറ്റിക് പ്രോഗ്രാമായി മാറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാര്യം യൂണിവേഴ്സ് എപ്പോഴും ഒരു മെൻ്റൽ ഡിസിപ്ലിൻ, നമ്മുടെ ലൈഫിൽ ഒരു ക്ലാരിറ്റി കൊണ്ടുവരിക, കൃത്യമായിട്ടൊരു ഫോക്കസോടുകൂടി ഒരു തീരുമാനത്തോടുകൂടി മുന്നോട്ട് പോവുക, അതിനൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പിന്നീട് ഒരു എനർജറ്റിക് വർക്കായിട്ട്, നിങ്ങളുടെ തന്നെ ഒരു എനർജറ്റിക് വർക്കായിട്ട് മാറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇമോഷണൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും പേടികളോ അങ്ങനെയൊക്കെ ഉണ്ടോ നോക്കിയപ്പോൾ ഇവിടെ നിങ്ങളെ കാണിക്കുന്നത് ഒരു ഡീപ്പ് ഇമോഷണൽ എനർജി ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് എനർജറ്റിക്കലി ഇമോഷൻ വൈസ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു കാർഡിൽ ഒന്നാണ്. അപ്പോൾ ഇവിടുത്തെ ഈ മണി ബ്ലോക്ക് സ്ട്രോങ്ലി നിങ്ങളുടെ ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറേ പേര് മറ്റുള്ള ആളുകളുടെ എനർജി അബ്സോർബ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. ഇമോഷണലി ഡ്രെയിൻഡ് ആവുക, നിങ്ങൾക്ക് വാല്യൂ ഉണ്ട് എന്നുള്ള കാര്യം പോലും തിരിച്ചറിയാതെ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ലഭിക്കുമ്പോൾ അത് അത്രത്തോളം അർഹത നിങ്ങൾക്കില്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഗിൽറ്റ് ഫീലിംഗ്, അതായത് കുറ്റബോധം തോന്നുക. ഇപ്പോൾ നിങ്ങളൊരു ചെയ്യുന്നൊരു വർക്കിന് നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ എമൗണ്ട് ആണ് എങ്കിൽ നിങ്ങൾക്ക് തോന്നും അയ്യോ ഇതിനൊന്നും എനിക്ക് അർഹതയില്ല, ഇത്രയൊന്നും കിട്ടാൻ എനിക്ക് അർഹതയില്ല എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. എപ്പോഴും പണത്തോട് നിങ്ങൾ ഇമോഷൻസിനെ അറ്റാച്ച് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം. അതായത് ചിലപ്പോൾ ഒരുപാട് പൈസ കാണുമ്പോൾ നിങ്ങൾക്ക് പേടി വരിക. ഓക്കെ, ഒരുപാട് പണം വന്നാൽ പ്രശ്നമാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കുക. അങ്ങനെയൊക്കെയുള്ളൊരു ഇമോഷൻസ് നിങ്ങൾ പണവുമായിട്ട് ബന്ധപ്പെട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഈ കാർഡ് കൂടുതലും പറയുന്ന വേറൊരു അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് കൊടുക്കുന്നൊരു വ്യക്തിയായിരിക്കും. മറ്റുള്ളവരെ ഇമോഷണലി എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ അവരുടെ നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിക്കുന്നുണ്ടാവും. ഓക്കെ, അവനവനെ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട്, അവനവനെ ഒഴിവാക്കിക്കൊണ്ട് അവനവൻ്റെ ഇമോഷണൽ സ്റ്റേറ്റ് പെർഫെക്റ്റ് ആക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ ഇമോഷണൽ സ്റ്റേറ്റ് പെർഫെക്റ്റ് ആക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ലൈഫ് ബെറ്റർ ആക്കുന്നതിലായിരിക്കും നിങ്ങൾ കംഫർട്ട്നെസ് കണ്ടെത്തുന്നത്. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് മറ്റുള്ളവരുടെ വാലിഡേഷൻ സീക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഇമോഷണൽ വൂണ്ട്സ് കൂടി വന്നിരിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ, നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങളുടെ ലൈഫിലുണ്ടായിട്ടുള്ള ഇൻസ്റ്റെബിലിറ്റി,
ദാരിദ്ര്യാവസ്ഥ, അല്ലെങ്കിൽ പണം വരുന്നു പോകുന്നു, ഒരു സ്റ്റേബിലിറ്റി ഇല്ലാത്തൊരവസ്ഥ, വരുമാനമില്ലാത്ത പേരൻസ്, അതൊക്കെ നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഫാമിലിയുടെ സ്ട്രെസ്സ്, ഓക്കെ, പണമുള്ളവരും പണമില്ലാത്തവരും തമ്മിൽ കണ്ടിരിക്കുന്ന അന്തരങ്ങൾ, ക്രിറ്റിസിസം, എന്താ പറയുക, നിങ്ങൾ ചെറിയ കാര്യം എത്ര കാര്യങ്ങൾ ചെയ്താലും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുക, കുറ്റം, അതിൻ്റെ ഒരു, അതായത് നമ്മൾ ഫ്രീ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ അത്ര പോരാ എന്നുള്ളൊരു ചിന്ത നിങ്ങളെ നിരന്തരമായി ശല്യം ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ചില ആളുകൾ അറിയാതെ തന്നെ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മൾ സക്സസ്സിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം, അങ്ങനെ സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ, അങ്ങനെയുള്ളവർക്ക് മാത്രമേ സക്സസ് അർഹതയുള്ളൂ. സോ ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡ് നിങ്ങളോട് പറയും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് വളരെയധികം സ്ട്രോങ് ആണെന്നുള്ളതാണ്. പക്ഷെ നിങ്ങളുടെ ഇമോഷൻസ് അതിനെ മുകളിലൂടെ ഒരു മൂടുപടം സൃഷ്ടിച്ചിരിക്കുന്നു. അതായത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിനെ വിശ്വസിച്ചാൽ തന്നെ ഏതൊക്കെ ആളുകളെ വിശ്വസിക്കാം, ഏതൊക്കെ ആളുകളെ വിശ്വസിക്കരുത്, എന്ത് നിങ്ങൾ ചെയ്യണം, ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. പക്ഷേ നിങ്ങളുടെ ഇമോഷൻസ് ഇങ്ങനെ ഓവർഫ്ലോ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് പല പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കൺസിസ്റ്റൻസി ഇല്ലാതാവുന്നുണ്ട്. തുടർച്ചയായിട്ടൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ വരിക, നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഇല്ലാതെ വരിക. ഓക്കെ, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ അല്ലാത്ത അവസ്ഥയിലേക്ക് പോവുക. ഇതൊക്കെ നിങ്ങളുടെ ഈ ഒരു കാര്യം കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എന്ത് കാര്യമാണ് റിലീസ് ചെയ്യേണ്ടത്? നിങ്ങൾ റിലീസ് ചെയ്യേണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ജസ്റ്റിസ്. അതായത് നിങ്ങളുടെ ലൈഫിൽ കുറേ ഇംബാലൻസുകൾ ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾ പല കാര്യങ്ങളും ലൈഫിൽ ബാലൻസ് ചെയ്തായിരിക്കില്ല കൊണ്ടുപോകുന്നത്. ചില കാര്യങ്ങൾക്ക് അധികം മുൻതൂക്കം കൊടുക്കുക, ചില കാര്യങ്ങൾക്ക് കുറച്ച് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക. അങ്ങനെയായിരിക്കും നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് മെൻ്റലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഒക്കെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്യാനും അങ്ങനെ ഒരുപാട് നിങ്ങളെ ഇൻവോൾവ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ ഒരേ രീതിയിലുള്ള അൺഹെൽത്തി ആയിട്ടുള്ള, അതായത് നിങ്ങൾ ശരിയല്ലാത്ത സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നവരായിരിക്കാം. ഒരേ കാര്യത്തിലേക്ക് പലതവണയായി തെറ്റാണ്, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടം വരുമെന്ന് മനസ്സിലാക്കിയിട്ട് പോലും നിങ്ങൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ലോജിക്കലായിട്ട് ബുദ്ധിപരമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾ മാനസികമായിട്ട്, അതായത് ഇമോഷൻ വൈസായിട്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ജസ്റ്റിസ് കാർഡ് പറയും നിങ്ങൾ സത്യസന്ധരായിട്ടിരിക്കുക എന്നുള്ളത് കൂടിയുണ്ട്. അതായത് നിങ്ങൾ പണത്തിൻ്റെ കാര്യത്തിൽ ശരിക്കും ഡിസിപ്ലിൻ ആണോ നിങ്ങളോട് ചോദിച്ചു നോക്കുക. നിങ്ങൾ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ ഏറ്റെടുക്കാതിരിക്കുന്നുണ്ടോ? ഒരേ കാര്യങ്ങൾ ലൈഫിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത്, പണവുമായി ബന്ധപ്പെട്ടാട്ടോ, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജീവിതത്തെ പഴിച്ച് ജീവിക്കുകയാണോ, അതോ നിങ്ങൾ ചെയ്യുന്ന തെറ്റ് തിരുത്താതിരുന്ന് നിങ്ങൾ ജീവിതത്തെ പഴിക്കുകയാണോ? നിങ്ങളുടെ എനർജി നിങ്ങൾ നല്ല കാര്യങ്ങളിലാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാർഡിൽ കുറച്ച് കാർമിക് ലെസൺസ് കൂടി ഉണ്ട്. ചിലപ്പോൾ നിങ്ങളെ ബൗണ്ടറീസ് എങ്ങനെയാണ്, നിങ്ങൾ ആളുകളുമായിട്ട് എങ്ങനെ ബൗണ്ടറി സെറ്റ് ചെയ്യണമെന്ന് ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ ബാലൻസ് കൊണ്ടുവരണം നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഒരു കാര്യം ചെയ്യുമ്പം അതിൻ്റെ അനന്തരഫലം എന്താണെന്ന് ആലോചിച്ചിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങളെ കാർമിക് കണക്ഷൻ്റെ രീതിയിൽ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ മണി ബ്ലോക്ക് മാറ്റുന്നതിന് വേണ്ടി എന്ത് കാര്യമാണ് റിലീസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇമോഷണലി എവിടെയെങ്കിലും സ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾ ആളുകളെ എപ്പോഴും പ്ലീസ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് എപ്പോഴും മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കാനും നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും അങ്ങനെയാണ് നിങ്ങൾ മെനക്കെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യാതിരിക്കുന്നുണ്ടോ? നിങ്ങൾ പല കാര്യങ്ങളും മാറ്റിവെച്ച് മറ്റുള്ള കാര്യങ്ങൾക്ക് പോകുന്നുണ്ടോ? ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ റിലീസ് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ വിക്ടിം മെൻറ്റാലിറ്റിയാണ്. അതായത് എനിക്കിങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, എൻ്റെ ലൈഫ് ഇങ്ങനെയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ റിലീസ് ചെയ്യണം. നിങ്ങളോട് തന്നെ നിങ്ങൾ നീതി കാണിക്കണം എന്നാണ് ഈ ഒരു കാർഡ് നിങ്ങളോട് പറയുന്നത്.
ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രോസ്പെറിറ്റി അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന എനർജി എന്താണെന്ന് നോക്കിയപ്പോൾ കിട്ടിയ ഒരു കാർഡ് എംപറർ എന്ന് പറഞ്ഞ കാർഡാണ്. നിങ്ങൾക്കറിയാം എംപറർ എന്ന് പറയുന്ന കാർഡ് തന്നെ നമ്മുടെ ഒരു സ്ട്രക്ചറിൻ്റെ കാർഡാണ് അല്ലേ, ഒരു ഡിസിപ്ലിൻ്റെ കാർഡാണ്. സോ ഒരു സ്ട്രക്ചർ, ഡിസിപ്ലിൻ, ലീഡർഷിപ്പ് അല്ലേ, ഒരു സ്റ്റെബിലിറ്റി, ഇതൊക്കെ ലൈഫിൽ വേണം എന്ന് പറയുന്ന ഒരു കാർഡാണ് എംപറർ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സൊല്യൂഷൻ. നിങ്ങളുടെ ലൈഫിൽ പ്രോസ്പെറിറ്റി, സമൃദ്ധി വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരു റുട്ടീൻ ഫോളോ ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങളായിരിക്കണം കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് സാമ്പത്തികം വരാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങണം. നിങ്ങൾ ലോങ് ടേമിലേക്ക് ചിന്തിക്കണം. നാളെ എങ്ങനെ ജീവിക്കാം, ഇന്നെങ്ങനെ ജീവിക്കാം എന്നുള്ളതല്ല. 10 വർഷത്തിന് ശേഷം എൻ്റെ സിറ്റുവേഷൻ എന്തായിരിക്കണം, അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യണം, അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങളൊന്ന് പുറകിലോട്ട് ചിന്തിച്ച് നോക്കിയാൽ ഇപ്പോൾ നമ്മൾ 2026 2016 നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലേ. എത്ര പെട്ടെന്നാണ് 2026 വന്നത്. സോ 2036 നിങ്ങൾ എന്താവണം എന്നുള്ള കാര്യം ഇപ്പോൾ തീരുമാനിക്കുക. ഓക്കെ, നിങ്ങളെപ്പോഴും ഇമോഷൻ വെച്ച് കളിക്കുന്നത് നിർത്തുക. നിങ്ങൾ ഒരു ഡിസിപ്ലിൻ റുട്ടീൻ ഉണ്ടാക്കിക്കൊണ്ട് വരിക. നിങ്ങളുടെ ഇമോഷൻസ് ആയിരിക്കരുത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ഒരു എംപറർ എനർജി എങ്ങനെയാണ് പണത്തെ അട്രാക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു എംപറർ എനർജിയിലേക്ക് ഒരാൾ ചെന്ന് കഴിയുമ്പം നമ്മളുടെ ലൈഫിൽ ഒരു ഓർഡർ വരും, നമുക്ക് കോൺഫിഡൻസ് വരും, സ്റ്റെബിലിറ്റി ഉണ്ടാവും, എപ്പോഴും ഒരു ബൗണ്ടറി നമ്മൾ ആളുകളുമായിട്ട് വെക്കുന്നുണ്ടാവും. മാത്രമല്ല നമ്മളുടെ എല്ലാ കാര്യങ്ങളുടെയും ഒരു തലപ്പത്തിരിക്കുന്ന ഒരു അതോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ തന്നെയായിരിക്കും. ഓക്കെ, സോ ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് കൊണ്ടുവരിക, ബിസിനസ് മൈൻഡ് സെറ്റ് കൊണ്ടുവരിക, ലൈഫൊക്കെ ഒന്ന് ഓർഗനൈസ്ഡ് ആക്കുക, കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പഠിക്കുക. ഓർഗനൈസ്ഡ് ആക്കുന്നതിനൊപ്പം കൺസിസ്റ്റൻസി കൂടി വേണം. പുതിയ കാര്യങ്ങൾ പഠിക്കുക, സ്കിൽ ബിൽഡിങ്, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക. ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ പെർഫെക്റ്റ് ആക്കാൻ നോക്കുക. ഓക്കെ, ഒരു സ്ട്രാറ്റജിക് ആയിട്ട് ചിന്തിക്കുക, അതായത് കൃത്യമായിട്ടൊരു പ്ലാനോട് കൂടി ചിന്തിക്കുക. ഓക്കെ, നമ്മളായിരിക്കും നമ്മളുടെ ലൈഫിൻ്റെ ലീഡർ എന്ന് പറയുന്ന ഒരു കാർഡാണ് അത് എംപറർ. നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റി എന്താണ്? നിങ്ങളുടെ ലൈഫിലേക്ക് ഫസ്റ്റ് വരാൻ പോകുന്നൊരു ഇമോഷണൽ ഹീലിംഗ് ആയിരിക്കും. പുതിയ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ ഒരു പഴയ ഫ്രണ്ടായിരിക്കാം, പുതിയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം. നിങ്ങളുടെ സഹോദരനോ സഹോദരിയോ ആയിരിക്കാം, നിങ്ങളുടെ പേരൻസ് ആയിരിക്കാം. നിങ്ങളുടെ മെൻ്റൽ സപ്പോർട്ട് ഇല്ലാത്ത നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മെൻ്റൽ സപ്പോർട്ടിനുള്ള കണക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ, പുതിയ തുടക്കങ്ങൾക്ക് നിങ്ങൾ സാധ്യതയുണ്ട്. സ്പിരിച്വലി നിങ്ങൾ റിന്യൂവൽ ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പ്രാർത്ഥനയോ മെഡിറ്റേഷനോ ഒക്കെ മാറ്റി വെച്ചിരിക്കുന്ന ആളാണെങ്കിൽ അതിലേക്കൊക്കെ വീണ്ടും നിങ്ങൾ എൻഗേജ്ഡ് ആവാനായിട്ടുള്ള ഒരു ചാൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലെ ഒരു ഫ്രഷ് ചാപ്റ്റർ, ഇമോഷണലി അതുപോലെ സാമ്പത്തികമായിട്ടും ഒക്കെ ഒരു ഫ്രഷ് ചാപ്റ്റർ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുകയാണ്. ചില ആളുകൾക്ക് പുതിയ ഐഡിയാസ് മനസ്സിലേക്ക് വന്നിരിക്കാം. ചില ആളുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യേണ്ടി വരാം. നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആണെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസിൻ്റെ ഗ്രോത്ത് കൂടാം. ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തേക്കാം. ഇമോഷണലി നിങ്ങളെ വളരെയധികം ഫുൾഫിൽ ചെയ്യുന്ന, ഒരുപാട് തൃപ്തി തരുന്ന ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ പെട്ടെന്ന് തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഹൃദയം തുറന്നു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാർഡ് പറയുന്നത്. നിങ്ങളുടെ ഇമോഷണൽ ഹെവിനെസ് ഒക്കെ എടുത്ത് മാറ്റി വയ്ക്കുക. നിങ്ങൾ ഹൃദയം തുറന്നിരിക്കുക. നിങ്ങൾ ആക്ഷൻസ് എടുത്തു തുടങ്ങുക. വീണ്ടും പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഈ പ്രോസ്പെറിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം, സമൃദ്ധി എന്ന് പറയുന്ന ഒരു കാര്യം ആദ്യം നമ്മുടെ മനസ്സിലാണ് തുടങ്ങുക. അതിനുശേഷമാണത് മാനിഫെസ്റ്റ് ചെയ്യുക ഫിസിക്കലി അല്ലേ. സോ നിങ്ങളുടെ ഈ ഒരു സമയത്ത്, നിങ്ങൾ ഈ ഒരു പീരീഡിലേക്ക് കയറി വരുമ്പോൾ, അതായത് ഏസ് ഓഫ് കപ്സ് എന്നുള്ള എനർജിയിലേക്ക് നിങ്ങൾ എത്തിക്കഴിയുമ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് വളരെയധികം സ്ട്രോങ്ങർ ആവും. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിനെ, നിങ്ങളുടെ ഇമോഷൻസ് കവർ ചെയ്തിരിക്കുകയാണെങ്കിൽ വീണ്ടും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് വീണ്ടും മറന്നേക്ക് പുറത്ത് വരുന്നൊരു സമയം വരും. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വളരെയധികം ഫാസ്റ്റർ ആവും. നിങ്ങൾ ഇമോഷണൽ ഹീലിങ്ങിലേക്ക് പോകും. നിങ്ങളുടെ ഇമോഷണൽ ഹീലിംഗ് ആണ്, നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഹീലിംഗ് ആണ് നിങ്ങളുടെ ലൈഫിൽ എല്ലാ ബ്ലെസ്സിങ്സും കൊണ്ട് തരാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് അഡ്വൈസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് 2 കാർഡ്സാണ്. ഒന്ന് ദ മജീഷ്യൻ എന്ന് പറയുന്ന കാർഡും 2 8 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡുമാണ്. ഈ ഒരു കോമ്പിനേഷൻ പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അഡ്വൈസാണ്. മജീഷ്യൻ പറയുന്നത് നിങ്ങൾക്ക് ലൈഫിലൊരു പവറുണ്ട്, നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷനുള്ള കഴിവുണ്ട്. 8 ഓഫ് സോർട്സ് പറയുന്നത് നിങ്ങളുടെ മനസ്സാണ് നിങ്ങളെ ട്രാപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്.
ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് കാർഡുകളും നേരെ വിപരീത അർത്ഥങ്ങൾ പറയുന്ന കാര്യമാണ്. പക്ഷേ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇതിന് ഒരുപാട് മീനിങ് ഉണ്ട്. നിങ്ങൾക്ക് ടാലൻ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ട്, പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുത്താനുള്ള കഴിവുകളുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ നല്ലതുപോലെയുള്ള ആളാണ്. പക്ഷേ നിങ്ങളുടെ പേടി, നിങ്ങളുടെ സെൽഫ് ഡൗട്ട്, നിങ്ങൾ മാറ്റി മാറ്റി കാര്യങ്ങൾ വയ്ക്കുക, ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളറിയാതെ പോലും നിങ്ങൾക്ക് ചുറ്റും ഒരു ഇരുമ്പ് കൂട് അല്ലെങ്കിൽ നിങ്ങളുടെ കൈയും കാലും ബന്ധിച്ചൊരവസ്ഥ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അത് വെറുതെയാണ്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷനിലേക്ക് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാം കഴിയുന്നൊരു വ്യക്തിയാണ്. പക്ഷേ നിങ്ങൾ സ്വയം ഈ ഒരു കേജിൽ നിന്ന്, ഈ കൂട്ടിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കണം. ഇവിടെ ചാരോ പറയുന്നത് നിങ്ങളൊരു പെർഫെക്റ്റ് സമയം വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് മാറ്റുക. ഒരു പെർഫെക്റ്റ് സമയമൊന്നുമില്ല. ഓക്കെ, നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ ആത്മവിശ്വാസം ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് എല്ലാത്തിനുമുള്ള എബിലിറ്റി ഉണ്ട്. നിങ്ങളെ തന്നെ ചുരുങ്ങി ജീവിക്കാൻ നിങ്ങൾ പ്രേരിപ്പിക്കരുത്. എനിക്കിതേ പറഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇങ്ങനെയാണെന്നൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഫെയിലേഴ്സ്, തോൽവികൾ വന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും മെൻ്റലി ഇങ്ങനെ റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കരുത്. സോ നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. മജീഷ്യൻ പറയുന്നത് മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ സ്ട്രോങ് ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകളും ഇമോഷൻസും ആക്ഷൻസും ഒക്കെ ഒരുപോലെ അലൈൻ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾ ഒരിക്കലും ഒരു എൻറ്റയർ ലൈഫ് നിങ്ങൾ ഈ ബ്ലോക്കിൽ അല്ലെങ്കിൽ ഈ ഒരു മണി ബ്ലോക്കിൽ ജീവിക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു ആളല്ല. ഇത് ഈ ഒരു റീഡിങ് പറയുന്നത് നിങ്ങളുടെ ഇമോഷണൽ എക്സ്ട്രോഷൻ, നിങ്ങളുടെ ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ഉള്ളിലുള്ള കുറേ പേടികളാണ് ഇപ്പോഴത്തെ ഈ ഒരു മണി ബ്ലോക്കേജ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ റിക്കവർ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് പ്രോസ്പെറിറ്റി അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കും. സോ ഇപ്പോഴുള്ള നിങ്ങളുടെ ഒരു പേടി, ആ ഒരു സിറ്റുവേഷനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം.